ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഈ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തണേ. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോകാം. നാടൻ കർപ്പൂര മാവിൻ്റെ കമ്പ് കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 2 വർഷമായ ഒരു മാവിൻ്റെ കമ്പിലാണ് അൽഫോൺസ മാവിൻ്റെ കമ്പ് സയോണായിട്ട് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യേണ്ട റൂട്ട് സ്റ്റോക്കിൻ്റെയും സയോണിൻ്റെയും കനം ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് പരാജയപ്പെടും. ഒരു പീസ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ്, ഒരു ഇൻസുലേഷൻ ടേപ്പ്, ഒരു പുതിയ ബ്ലേഡ്, അത് കട്ട് ചെയ്യാൻ സൗകര്യത്തിനായി പകുതിയായി ഒടിച്ചെടുക്കുക. അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തി, ആ കത്തി അണുവിമുക്തമായിരിക്കണം. ഒരു പോളിത്തീൻ കവറ്. ഇതാണ് നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ സയോൺ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ ഇതേമാതിരി കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് ഏകദേശം ഒരു 4 ഇഞ്ച് നീളത്തിന് മുറിച്ചെടുത്തതിന് ശേഷം ഇതേമാതിരി ആപ്പിൻ്റെ ആകൃതിയിൽ 2 സൈഡിൽ നിന്നും താഴോട്ട് ചെത്തിക്കളയുക. അതിനുശേഷം നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം അത്രയും സയോണിൽ എത്രത്തോളം നമ്മൾ ചെത്തിയെടുത്തു അത്രയും നീളത്തിന് തന്നെ റൂട്ട് സ്റ്റോക്കിൻ്റെ കമ്പും 2ആയി നെടുകെ പിളർന്നതിന് ശേഷം അതിനകത്തോട്ട് ഈ സയോണ് വച്ചു കൊടുക്കുക. ഇതേമാതിരി സാവധാനം അകത്തോട്ട് കയറ്റി ടൈറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ അത് കെട്ടാതെ തന്നെ നല്ലമാതിരി ടൈറ്റായി ഇരുന്നിട്ടുണ്ട്. രണ്ടും ഒരേ കനമാണ്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്ത് നല്ലപോലെ വരിഞ്ഞ് കെട്ടുക. അത്യാവശ്യം ടൈറ്റായിട്ട് കെട്ടണം. ലൂസായി പോയാലും ഇത് ഗ്രാഫ്റ്റിംഗ് പരാജയപ്പെടും. ഇതേമാതിരി ഒരു പ്രാവശ്യം വരിഞ്ഞ് കെട്ടിയതിന് ശേഷം അടുത്തതായി ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ഒന്നുകൂടി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ചുറ്റി കെട്ടുക. ഇത് നമുക്ക് ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്ത ആ സയോൺ അതിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയും വായു സഞ്ചാരം അകത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയും, പിന്നെ അഥവാ മഴ പെയ്താലോ അല്ലെങ്കിൽ വെള്ളം നനഞ്ഞാലോ ഇതിനകത്ത് വെള്ളം കയറി അത് ഈ ഗ്രാഫ്റ്റിംഗ് പരാജയപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പോളിത്തീൻ കവറെടുത്ത് ഇതേമാതിരി നല്ലതുപോലെ അമർത്തിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ കുലുക്കി അതിന് ശേഷം കളയുക. വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് ഇറക്കി വെച്ച് കെട്ടുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാഫ്റ്റിംഗ് ചെയ്ത ഭാഗത്തിന് നല്ല തണുപ്പ് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അത് പുതിയ മുകുളങ്ങൾ വളർന്നു വരാൻ സഹായിക്കുന്നതാണ്. മഴയില്ലാത്ത സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. മഴയുള്ള സമയത്ത് വെറും പോളിത്തീൻ കവർ കൊണ്ട് മാത്രം ചുറ്റിക്കെട്ടിയാൽ മതി, ജലത്തിൻ്റെ ആവശ്യമില്ല. ഇത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഈ ജലാംശമെല്ലാം ഉണങ്ങിപ്പോകും. അപ്പോൾ വീണ്ടും ഈ കവറെടുത്ത് കുറച്ച് വെള്ളം തളിച്ച് ഇതേമാതിരി വീണ്ടും ചുറ്റിക്കെട്ടി വെക്കുക.
ഇത്രയേ ഉള്ളൂ, ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഇതിനുശേഷം ഇതൊരു 3 ആഴ്ച 4 ആഴ്ച കാലം തണലുള്ള ഭാഗത്ത് സൂക്ഷിക്കുക. ദിവസവും ഈ ചെടിയുടെ ചുവട്ടിൽ ജലം കൊടുക്കുക, ഒരു പ്രാവശ്യം. തീർച്ചയായും ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും അതിനായി ശ്രമിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമല്ലോ. അടുത്ത വീഡിയോ വരെ നന്ദി, നമസ്കാരം.